ഒരു സംശയം ചോദിക്കട്ടെ. താങ്കളൊരു സ്ത്രീ വിരുദ്ധനാണ് എന്ന് പറഞ്ഞാൽ അതിനോട് എന്തായിരിക്കും മറുപടി? കാരണം എപ്പോഴും സ്ത്രീകളുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന സ്ത്രീകളാകട്ടെ, രാഷ്ട്രീയത്തിലുള്ള സ്ത്രീകളാകട്ടെ, എതിർ ചേരിയിലാണെങ്കിൽ താങ്കളുടെ പ്രയോഗങ്ങൾ പലപ്പോഴും പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. പാർട്ടി ആ കാര്യത്തിലൊക്കെ എടുക്കുന്ന ചില ശ്രദ്ധയുണ്ട്. പക്ഷേ താങ്കൾ അതിൽ വിരുദ്ധനാണ്. നിങ്ങളൊരു സ്ത്രീയാണെന്ന് പറയുന്നത് തന്നെ അപമാനമാണ്. കാരണം നിങ്ങൾ ആ പറയുന്നത് തന്നെ സംബന്ധമാണ്. എനിക്കാണ് 5 പെൺമക്കളാ. 5 പെൺമക്കളാണ് എനിക്ക്. 5 പെൺകുട്ടികളേ ഉള്ളൂ, ആൺകുട്ടികളില്ല. അപ്പൊ ഞാൻ സ്ത്രീവിരുദ്ധനാണെന്ന് പറഞ്ഞാൽ അതിപ്പോ ശുദ്ധ അസംബന്ധം. പിന്നെ എന്നതാ പറയാനുള്ളത്? ഒരു കാര്യം കൂടി നിർത്തിയോ? ഇല്ല ഇല്ല, ശ്രീ എം എം മണി, അങ്ങയുടെ ഒരു കാര്യം കൂടി ചോദിക്കാറുണ്ട്. അതായത് ഇപ്പോൾ സൂര്യൻ, കഴുകൻ, അങ്ങനെ കുറെ വിശേഷണങ്ങളൊക്കെ വന്നല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയന് വെച്ചുകൊണ്ട് പാട്ടുകൾ വരുന്നു. ഈ വ്യക്തിപൂജയൊക്കെ പാർട്ടിയുടെ ഒരു നയത്തിന് വിരുദ്ധമല്ലേ? ഈ സൂര്യനോടൊക്കെയുള്ള അങ്ങയുടെ ഒരു പ്രതികരണം എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. എനിക്കങ്ങനെ ഒരു വ്യക്തികളും പ്രത്യേക പൂജയില്ല. എല്ലാവരോടും ബഹുമാനവും ആദരവാണ്. പിണറായി വിജയനോട് ആദരവും ബഹുമാനവും ഉണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. EMSനോടും നയനാരോടും VSനോടും ഞങ്ങളുടെ പാർട്ടി എല്ലാ നേതാക്കന്മാരോടും ആരാധനയും സ്നേഹവും ബഹുമാനവും ഉള്ള ആളാണ്. അന്നും അത് ഇന്നും അത്. അല്ല, സുജിയോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഈ വ്യക്തിപൂജ പാർട്ടിക്കുള്ളിൽ വരുന്നു എന്ന് പറയുന്നത് പാർട്ടിയുടെ അപജയമല്ലേ? പാർട്ടിക്കകത്ത് വ്യക്തിപൂജ വരുന്നു എന്ന് ആരാ പറഞ്ഞാൽ? ഞങ്ങൾ പാർട്ടി പറഞ്ഞോ? നിങ്ങൾ ചുമ്മാ എന്തെങ്കിലും തോന്നുന്നതല്ല പറയുന്നതെല്ലാം മെഴുകാൻ നടക്കാം. ഞാൻ പാർട്ടിക്കകത്ത് വ്യക്തിപൂജയുണ്ടെന്ന് ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ലല്ലോ ഇതുവരെ. വിലയിരുത്തി അങ്ങനെ ഒരു നിലപാട് പാർട്ടി എടുത്തിട്ടേ ഇല്ല. ഇല്ലാത്തതൊക്കെ പിന്നെ നിങ്ങൾ കെട്ടിച്ചമച്ച എന്നോട് ഇങ്ങനെ ചോദിക്കുകയാണ്. നിങ്ങൾ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ച് ഞാൻ അനാവശ്യമായ ഉത്തരവും പറഞ്ഞ് ഇല്ലാത്ത പ്രശ്നത്തിലേക്ക് പോകാനേ സഹായിക്കൂ. അതൊന്നും പാർട്ടി വിലയിരുത്തിയിട്ടില്ല വ്യക്തിപൂജ എന്നൊന്നും പറഞ്ഞു. അല്ല, അക്കാര്യത്തിൽ പാർട്ടി തന്നെ ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടി ഈ കാര്യങ്ങളൊക്കെ തിരുത്തൽ വേണമെന്ന് പ്രമേയം പാസാക്കിയാണ് മണിയേശൻ. നമ്മളുണ്ടാക്കുന്ന കഥയല്ലാതെ. ഈ കാര്യം വ്യക്തിപൂജയുടെ കാര്യമൊന്നുമില്ല. പാർട്ടിക്കകത്തെ സംഘടനാപരമായ കാര്യം, രാഷ്ട്രീയമായ കാര്യം, സംഘടനാപരവും പ്രത്യയശാസ്ത്രവുമായ പ്രശ്നം, അതിൽ വരുന്ന വ്യതിചലനം, ഇതെല്ലാം ഓരോ ഘട്ടത്തിലും പാർട്ടി ചർച്ച ചെയ്യുന്നതാണ്. അത് പുതിയ കാര്യമല്ല. പണ്ടു മുതൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ലോകത്തുണ്ടായ നാൾ മുതൽ സ്വീകരിക്കുന്നതാണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായ നാൾ മുതൽ സ്വീകരിക്കുന്ന മാർഗങ്ങളാണ് അത്. അതിപ്പോഴും ശരി തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. പാലക്കാട് ഒരു പ്ലീനം തന്നെ ചേരേണ്ടി വരുന്ന ഒരു സാഹചര്യം CPMന്റെ മുമ്പിലുണ്ട്. ഇവിടെ പിണറായി വിജയൻ ഒരു ദൈവമായി അവതരിപ്പിക്കുകയാണോ? സൂര്യൻ എന്ന് വിശേഷിപ്പിക്കുന്നു, ഈ പറയുന്ന വാഴ്ത്തുപാട്ടുകൾ ഉണ്ടാകുന്നു, ദൈവത്തിൻ്റെ വരദാനം എന്ന് പറയുന്നു. ഇതൊക്കെ മന്ത്രിമാരുടെയും CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെയും ഒക്കെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് മണിയാച്ചൻ ആശങ്കപ്പെടുത്തേണ്ടതല്ലേ? ഇല്ലല്ലേ? നിങ്ങളൊരു കാര്യമാണ്. അങ്ങനൊന്നും പാർട്ടി പറഞ്ഞിട്ടില്ല, പാർട്ടി പറയാറില്ല, ഉത്തരവാദിത്തമുള്ള പാർട്ടി നേതാക്കന്മാർ പറയാറില്ല. അങ്ങനെയൊന്നും പറയുകയില്ല. പിന്നെ മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് അതിനെല്ലാം ഉത്തരം പറയേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല. മന്ത്രിമാർ തന്നെ പറഞ്ഞു. മനസ്സിലായില്ലേ? സൂര്യനാണ് പിണറായി വിജയൻ സൂര്യനാണെന്നൊന്നും പാർട്ടി സെക്രട്ടറിയാണ് പറഞ്ഞത്. എനിക്കില്ല. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയുടെ PB മെമ്പറാണ്. പാർട്ടിയുടെ PB മെമ്പറാണ്, നേതാക്കന്മാരാണ്. അദ്ദേഹത്തിനോട് പോയി നിങ്ങൾ ചോദിച്ചു എന്നോട്. അതെ, കറക്റ്റ്. അപ്പോൾ മണിയേശൻ പറയുന്നു സൂര്യനാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല, ദൈവത്തിന്റെ വരദാനാണെന്നും അഭിപ്രായം ഉണ്ടാവില്ലല്ലോ. ഇല്ലില്ല, ഞാൻ നിരീശ്വരവാദിയാ. പിന്നെ ആ ദൈവത്തെ കൊണ്ട് ഞാൻ എങ്ങനെ പറയാനാ? ദൈവം ഇല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, നിരീശ്വരവാദിയാണ്. പിന്നെ എങ്ങനെയാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസ്ഥാന സെക്രട്ടറിയുടെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുടെയും ഭാഗത്ത് നിന്ന് പരാമർശമായി വരുന്നത്? അടുത്ത സംസ്ഥാന കമ്മിറ്റിയിൽ മണിയേശൻ അത് അവരെ കൊണ്ട് തിരുത്തിക്കണ്ടേ? ഞാൻ അവരെ തിരുത്താൻ ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവായിപ്പം. നേരത്തെ സെക്രട്ടേറിയറ്റ് മെമ്പറായി ദീർഘനാൾ പ്രവർത്തിച്ചു. ഇപ്പോൾ ക്ഷണിതാവാണ്. പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെയും കമ്മിറ്റിയുടെയും തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഏത് കാര്യവും ഏത് നേതാവിനെ പറ്റിയും ഞാൻ എൻ്റെ ഘടകത്തിൽ പറയേണ്ട വേദികളിൽ കൃത്യം പറഞ്ഞിട്ടുണ്ട്. ഇന്നേ വരെ പാർട്ടി കൂടിയ നാൾ മുതൽ പറഞ്ഞിട്ടുണ്ട്, പറയുകയും ചെയ്യും.
ഇത് മഴവച്ചൻ്റെ ഒരു വിമർശനമാണോ? അതായത് സൂര്യൻ എന്ന് വിളിച്ചത്, അതുപോലെ തന്നെ ദൈവത്തിന്റെ വരദാനം എന്ന് വിളിച്ചത്? അതൊക്കെ ആരേലും ഇല്ലെന്നേ. ആരേലും എന്തായാലും വല്ല വിവരക്കേടും പറയുന്നതല്ല അതിന്റെ പുറകെ